സ്ഥലം എവിടെയാണ് നിർത്തിയിരിക്കുന്നത്? ശാസ്തമംഗലത്താണ്. നമുക്കൊരു ശാസ്തമംഗലത്ത് ഒരു ചായക്കടയിലെ ചായ കുടിച്ച് നമുക്ക് ഇന്നത്തെ പ്രഭാത പരിപാടി അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇതുവരെയും നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സാരഥിയെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ പേരെന്താണ്? ഷഫീഖ്. കണ്ണൂർ മുതൽ നമ്മൾ തിരുവനന്തപുരം വരെ നമ്മളെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എത്തിച്ചത് ഇദ്ദേഹമാണ്, നമ്മുടെ ഇലക്ഷൻ എക്സ്പ്രസിന്റെ സാരഥി. മലപ്പുറത്താണ്. നിങ്ങൾക്ക് മാത്രം ഞാൻ ചോദിച്ചില്ല, ഞാൻ ഈ നാട്ടിൽ മുഴുവൻ കേരളം ഉടനീളം വോട്ടർമാരോട് ചോദിച്ചു. പക്ഷെ നമ്മുടെ വണ്ടി ഓടിച്ച ഡ്രൈവറോട് ചോദിച്ചില്ല. ഭരണം മാറുമോ? മാറും. മാറാത്തതായിട്ട് എന്തുണ്ട്? മാറായിട്ട് ഈ ഭരണം ഫുള്ളായിട്ട് മാറണ UDF ഭരണത്തിൽ നോക്കൂ, ഓരോ അഭിപ്രായവും നമ്മളെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഇതാണ് മലപ്പുറത്ത് നിന്നുള്ള ഷഫീഖിന്റെ അഭിപ്രായം. മലപ്പുറത്ത് വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും മാറും. ലീഗ് തന്നെ, മങ്കട ലീഗ് തന്നെ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ പ്രേക്ഷകർ പറഞ്ഞില്ലേ, നമ്മുടെ വണ്ടി നിയന്ത്രിച്ച ആൾക്ക് മലപ്പുറത്ത് UDF തന്നെ വരും, കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്ന് പറയുന്നു. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ്. സോ പൊളിറ്റിക്കലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഓരോ സ്ഥലത്തു നിന്ന് നമുക്ക് കിട്ടുന്നത്. നമുക്ക് വിഷ്ണുപ്രസാദ്, നമ്മളുടെ ചിത്രങ്ങൾ എടുത്തോണ്ടിരുന്നത് നമ്മുടെ വിഷ്ണുപ്രസാദ് ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു വിഷ്ണുപ്രസാദ്. നമുക്ക് തിരുവനന്തപുരത്തിന്റെ ക്യാമറ ചലിപ്പിക്കുന്നത് ഈ കരുത്തുറ്റ കൈകളാണ്. അപ്പോൾ നമുക്കൊരു ചായക്കടയിൽ കൂടി പോയി നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം. കൃഷ്ണ ഹോട്ടൽ, കട്ടച്ചൽക്കുഴി, നാടൻ കോഴിപ്പരട്ട് കിട്ടും. ഇവിടെ നാടൻ കോഴിപ്പരട്ട് കിട്ടും എന്ന് പറയുന്നു. ഇവിടെ സ്പെഷ്യൽ എന്താ ഋഷി? ചന്ദ്രേട്ടന്റെ ചായക്കട. നമ്മൾ ഉദ്ദേശിച്ചതല്ല, അതാണ് ചന്ദ്രേട്ടന്റെ ചായക്കട. നമസ്കാരം. ഉഷാറല്ലേ? എന്താ ആണോ? കോൺഗ്രസ് നേതാവാണ്, മണ്ഡലം പ്രസിഡന്റാണ്. എങ്ങനെയുണ്ട് മണ്ഡലത്തിലെ സാധ്യത? വളരെ അനുകൂലമാണ്. ആണ്. ഓക്കെ, ശ്രീലേഖ മാഡത്തിന് ഒരു ചായ മുഖം വാങ്ങിച്ചു കൊടുത്താലോ? മോഹൻ ചേട്ടനെ കണ്ടപ്പോ ശാസ്ത്രമംഗലം മോഹൻ. പിന്നെ ഓക്കെ, എനിക്ക് ആത്മബന്ധമുള്ള ആള് പാർട്ടി വേറെ ആണെങ്കിലും ആത്മബന്ധമുള്ള ആളാണ്. ചെറുപ്പകാലം തൊട്ട് അറിയാവുന്നതാണ്. എന്റെ ചേട്ടന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഒരുപാട് നാള് വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടും പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുന്നു അതോ? ഇല്ല, ഞാനിപ്പോ കഴിച്ചത്. ഭക്ഷണം കഴിച്ചു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ചന്ദ്രേട്ടന്റെ ചായക്കടയിൽ എത്തിയിട്ടുണ്ട്. വെട്ടിങ്ങെ കാണുന്നത് രാവിലെ. ചന്ദ്രേട്ടൻ ആരാ ചെയ്തത്? ചന്ദ്രേട്ടൻ ഇല്ല. അളിയനാണോ? അനിയന്റെ പേരെന്താ? അജി. അവിടെ കരക്ക് ചായ ഉണ്ടോ? ഇങ്ങനെ എത്ര വലുപ്പത്തി എത്ര ഉയരത്തിലടിക്കും? അങ്ങനെ എത്ര ഉയരം വരെ പോവും? നല്ല ചൂട് ചായ അല്ലേ? ഗ്യാസിന് ക്ഷാമം ഉണ്ടോ? ഇപ്പൊ ഇടയ്ക്കുണ്ടായിരുന്നു, ഇപ്പം കുഴപ്പമില്ലാതെ പോക്കിയുണ്ട്. ഇങ്ങനെ ഇലക്ട്രിക്കൊക്കെ ആക്കിയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ? ഇത് ഇലക്ട്രിക്കലാണോ? നമുക്കൊന്ന് കാണാം. ഇത് ഇലക്ട്രിക്കൽ ചായക്കട ആണ്. ഇത് ഗ്യാസ് ഇല്ലാതെ ചായക്കട. നമ്മൾ സാധാരണ ഗ്യാസിന്റെ ഫ്ലെയിമിൽ കാണില്ല, തൊട്ടാൽ ചിലപ്പോൾ ഷോക്ക് അടിക്കും. ഇതിപ്പോ കംപ്ലീറ്റ് ഇത് കെറ്റിലാണോ? ഇത് ചൂടുവെള്ളം ഇതിനകത്തേക്ക് വീഴും. ഇത് ചൂടുവെള്ളം ഇതിലേക്ക് വീഴും. ഇതെന്ത് ചെയ്യും? ഇതും ചൂടാക്കാനുള്ളത്. ഇത് ചൂടാക്കാനുള്ളത്, എന്നിട്ട് ചൂടിലേക്ക് വരും. നമ്മുടെ ചായ കച്ചവടക്കാർ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ള ടെക്നോളജി പഠിക്കേണ്ടി വരുന്നത്. നോക്കൂ, സാധാരണ ഗ്യാസിൽ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുന്ന സാധനമാണല്ലോ, അത് മാറിയിട്ടാണ് ഇതിപ്പോ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നത്. ഇതാണോ മറ്റേതാണോ സുഖം? സുഖം ഇതല്ലേ? അതാ മറ്റാണോ? ഗ്യാസാണ് സുഖം. ഗ്യാസാണോ സുഖം? പക്ഷെ ഇതിനകത്ത് വലിയ ചൂടറിയില്ല. ഇത് ഡേഞ്ചർ അല്ല. ഇത് ഡേഞ്ചറാണ്, അറിയാതെ തൊട്ടാ പ്രശ്നം. അതുപോലെ ഇന്ന് ഞായറാഴ്ച നമ്മളിത് ക്ലോസ് ചെയ്തു. നമ്മളിപ്പോ ക്ലോസ് ചെയ്യും. ഓക്കെ, അതാണ് അപകടമാണ് എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അതല്ലെങ്കിൽ വേറെ ചൂട് പുറത്തു നിന്ന് അറിയുന്നില്ല അല്ലേ? ഓക്കെ, അപ്പൊ ഒരു ചായ അടിച്ചേട്ടെ, നല്ല കടുപ്പത്തിൽ മധുരം കൂട്ടി ഒരു ചായ. ആ ചായക്കപ്പോ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പും കടുപ്പേറിയത് തന്നെ. സ്ഥാനാർത്ഥികൾക്ക് എല്ലാം കടുപ്പമാണ് എന്നാണ്. അപ്പൊ അതാണ് നമ്മുടെ വട്ടിയൂർക്കാവിൽ നിന്ന് ചന്ദ്രേട്ടന്റെ അനിയനാണ് ഈ ഉള്ളത്. അദ്ദേഹത്തിന്റെ ചായ അടിയും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം. നല്ല ചൂട് ചായ വരുന്നു. ചൂട് ചായ വരുന്നതിനോടൊപ്പം കട്ടറാണോ അതോ ലൈം ടീയോ? ലൈം ടീ. ചായ കുടിച്ചു. പൊതുവെ എങ്ങനെയുണ്ട് ഈ രാഷ്ട്രീയത്തിന്റെ കടുപ്പം മണ്ഡലത്തിൽ? നല്ല കടുപ്പമാണ്. നല്ല മത്സരമുണ്ട് അല്ലേ? പ്രശാന്ത് ജയിക്കുമോ? 100%. എന്താ അത്രയും ഒരു ആത്മവിശ്വാസം? അദ്ദേഹത്തിന്റെ വികസനങ്ങൾ നമുക്ക് തൊട്ട് കാണിക്കാൻ കഴിയും. വികസനം തൊട്ട് കാണിക്കാൻ പറ്റും അല്ലേ? ഓക്കെ, വികസനമാണ് VK പ്രശാന്ത് ആയുധമാക്കി മാറ്റുന്നത്. തിരിച്ചുള്ള ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ ചില കോളനിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ആ കോളനിയിലൊന്നും വികസനം എത്തിയിട്ടില്ല എന്നാണ് ശ്രീലേഖ മാഡം പറഞ്ഞത്. അതിനെപ്പറ്റി അറിഞ്ഞൂടാ. പക്ഷെ നമ്മുടെ ഈ ശാസ്ത്രവനം മുതൽ വട്ടൂർക്കാവ് വരെ പോണ ആ ഒരു ഭാഗത്ത് നമുക്കത് കാണാൻ കഴിയുന്നു. 6 കൊല്ലമായിട്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ട് മണ്ഡലത്തിലുണ്ടായിരുന്നു. സജീവമായിരുന്നു അല്ലേ? 100% ഉറപ്പ്. VK പ്രശാന്തിന്റെ പേരും അപ്പുറത്തെ കെ മുരളീധരനാണ്. എന്താണ് സാധ്യത? പൊതുവെ ഇവിടെ ഒരു ഭരണമാറ്റം വേണോ? ഭരണമാറ്റം ഉണ്ടാവണം.
ഇവിടെ കെ മുരളീധരൻ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. That's it. 2 അഭിപ്രായങ്ങളല്ല 3 അഭിപ്രായങ്ങളുണ്ട് മണ്ഡലത്തിൽ. കാരണം അദ്ദേഹം ചെയ്ത വികസനം അദ്ദേഹം ഇവിടെ നിന്നും എവിടെയോ വിട്ടുപോയിട്ടില്ല. പക്ഷെ 7 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇവര് പറയുന്നത്. അതാണ് പറഞ്ഞത്, 7.5 വർഷമായിട്ടും പോയിട്ടില്ല. അദ്ദേഹം എല്ലാ ശനിയും ഞായറും വടകര MP ആയിരുന്നപ്പോഴും ഇവിടെ ഉണ്ട്. ഇവിടുത്തെ എല്ലാ മരണങ്ങളിലും സുഖദുഃഖങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. അതുകൊണ്ട് കേബിളിനെ കൈവിടില്ല. ഗ്യാപ്പില്ല, ആണല്ലേ? ഗ്യാപ്പേ ഇല്ല. സർക്കാർ മാറണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സർക്കാരിന്റെ കെടുകാര്യസ്ഥത. വികസനമൊന്നും ഇല്ലേ? വികസനം ഉണ്ടോ? കാണുന്നില്ല. റോഡ്, സ്കൂള്, ആശുപത്രി അതൊക്കെ പറയുന്നതേ ഉള്ളൂ. ആശുപത്രി ഇടിഞ്ഞു വീഴില്ലേ? പിന്നെ ഒരാശുപത്രിയല്ലേ ഉള്ളൂ? കോട്ടയത്ത് മാത്രമേ ഉള്ളൂ. കോട്ടയത്ത് ഇടിഞ്ഞു വീഴാൻ മതിയല്ലോ. ഇവിടുത്തെ ആശുപത്രിയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ ജനറൽ ആശുപത്രി മെച്ചപ്പെട്ടില്ല, പറ്റിപ്പാണ്. അവിടെ മെഡിക്കൽ കോളേജ് വരേണ്ടതാണ്. 100 കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഒക്കെ കുറച്ച് നന്നായിട്ടില്ലേ? ഒന്നും നന്നായിട്ടില്ല. ഓക്കെ, നല്ല നന്നായിട്ടില്ല. ചന്ദ്രൻ ചേട്ടന്റെ കടയിൽ നല്ല ചൂട് ചായയോടുകൂടി നമ്മൾ ഇന്നത്തെ വാർത്താ പ്രഭാത പരിപാടി അവസാനിപ്പിക്കുന്നു. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കണ്ടു. നമ്മുടെ യാത്രയിൽ ഉടനീളം വന്ന് നമ്മുടെ ഡ്രൈവർ പറഞ്ഞു ഭരണം മാറുന്നതാണ് നല്ലത്. പുറത്തിറങ്ങി ചായ കുടിക്കുന്ന ആൾ പറഞ്ഞു ഭരണം മാറേണ്ട ആവശ്യമല്ല. ഇപ്പൊ നമ്മൾ ഇത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു ഭരണം മാറുന്നതാണ് നല്ലത്. ഏതാണ് ഇതിൽ സംഭവിക്കുക എന്നുള്ളത് ഇപ്പോഴും നമുക്ക് പിടിയില്ല. അതെ, നമ്മൾ ഈ ഇലക്ഷൻ ബസ് യാത്ര ഇതിപ്പോ തലസ്ഥാന നഗരിൽ 2 ദിവസം നമ്മൾ ഉണ്ടായിരുന്നു. നല്ല ചൂടാണ്. നമ്മൾ ആദ്യം വിചാരിച്ചു കണ്ണൂരിലാണ് ചൂടെന്ന്. അല്ല, തൃശ്ശൂർ എത്തിയപ്പോൾ വിചാരിച്ചു ഇവിടെയായിരിക്കും വലിയ ചൂടെന്ന്. അമ്പലപ്പുഴ, ആലപ്പുഴ എത്തിയ സമയത്ത് ഇവിടെയാണ് ചൂടെന്ന് പറഞ്ഞു. അല്ല, യഥാർത്ഥത്തിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്നത് ഞാൻ പറയുന്നു തിരുവനന്തപുരത്താണ്. ശരിയല്ലേ? വട്ടിയൂർക്കാവുണ്ട്, നേമത്തുണ്ട്, കഴക്കൂട്ടത്തുണ്ട്, തിരുവനന്തപുരം സെൻട്രൽ, കാട്ടാക്കടയുണ്ട്. അത് മറ്റൊരു ജില്ലയിലും ഇത്രമേൽ ടൈറ്റുള്ള ജില്ലകളില്ല. ബാക്കി എല്ലാ ജില്ലയും ഇപ്പൊ കണ്ണൂരിലാണെങ്കിൽ ഒരുപക്ഷെ UDF പിടിച്ചെടുക്കാൻ പറ്റുന്നത് കണ്ണൂരിലെ കോൺസ്റ്റിറ്റ്യുവൻസി വേണമെങ്കിൽ പിടിക്കുമെന്ന് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 6 7 മണ്ഡലങ്ങളിൽ പിടിച്ചെടുക്കാൻ UDF നിൽക്കുന്നു, 4 5 മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ NDA നിൽക്കുന്നു. ഇത് തിരുവനന്തപുരത്തുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഉള്ള ജില്ലയായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു തിരുവനന്തപുരം ജില്ല. ആര് വരും ആര് വാഴും എന്നൊക്കെയുള്ളത് നമുക്ക് മെയ് 4-ാം തീയതി അറിയാം. നമ്മൾ ഒരു പ്രഡിക്ഷനും ഈ ഘട്ടത്തിൽ പോകുന്നില്ല. ജനങ്ങളുടെ പൾസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ബസ് യാത്രയിൽ നിന്ന് എനിക്ക് കിട്ടിയ 2 ഫീഡ്ബാക്ക് മാത്രം ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഒന്ന്, ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഫറ്റീഗ് ഈ സർക്കാരിനെ സംബന്ധിച്ച് 10 വർഷമായില്ലേ, ഒരു മടുപ്പ് ജനങ്ങൾക്കിടയിൽ ചിലർക്കെങ്കിലും ഇടയിലുണ്ട്. നമ്പർ 2, പക്ഷെ അതിനെ മറികടക്കുന്ന ജനപ്രിയത ചില MLA-മാർക്ക് UDF-ലും ഒപ്പം LDF-ലും ഉണ്ട് എന്നുള്ളതാണ്. UDF-ലും LDF-ലും ഉണ്ട് എന്നുള്ളതാണ്. 2 ജനപ്രിയത. ആ ജനപ്രിയതയുടെ MLA-മാരെ മറികടക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് 2ാമത്തെ പോയിന്റ്. 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, വികസനങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പൂർണ്ണമായും പറയില്ല. പക്ഷേ ഇത് പോരാ എന്ന് പറയുന്നവരും നമുക്കൊപ്പമുണ്ട്. സോ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്ന്. കേരളത്തിൽ നമ്മൾ നടത്തിയ ഇലക്ഷൻ എക്സ്പ്രസിന്റെ യാത്ര നമ്മൾ ഇവിടെ തിരുവനന്തപുരത്ത് ചന്ദ്രേട്ടന്റെ ചായക്കടയിൽ അവസാനിപ്പിക്കുന്നു.